നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂക്ക. ആ മമ്മൂക്കയുടെ ഒരു അഭിമുഖം കഴിഞ്ഞ ദിവസം ഗൾഫിൽ വെച്ച് നടത്തുകയുണ്ടായി. ആ അഭിമുഖം ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഖാലിദ് അൽ അമീറുമായുള്ള സംസാരിക്കുകയാണ് വലിയ ഒരു പ്രതികരണം മമ്മൂക്ക നടത്തിയത്. ആ പ്രതികരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചർച്ച ചെയ്യുകയും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യം വലിയൊരു ചോദ്യമായിരുന്നു. അതിന് കൃത്യമായി മറുപടിയാണ് മമ്മൂട്ടി എന്ന മഹാനടൻ നൽകിയത്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇപ്രകാരമായിരുന്നു: ഒരു സമയം കഴിഞ്ഞാൽ എല്ലാ അഭിനേതാക്കളും സിനിമ മടുക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ടെന്നും മമ്മൂട്ടിക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. കൃത്യമായൊരു ചോദ്യമായിരുന്നു. ഒരു കാലഘട്ടം കഴിയുമ്പോൾ ചില നടന്മാർ ഇത് മടുപ്പാകും. അങ്ങനെ മമ്മൂട്ടി എന്ന ആ മഹാപ്രതിഭയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ചോദ്യം. അതിന് കൃത്യമായി മറുപടിയാണ് മമ്മൂക്ക നൽകിയത്. മമ്മൂക്ക മറുപടി നൽകിയത് ഇപ്രകാരമായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, ലോകം നിങ്ങളെ എങ്ങനെ ഓർത്തിരിക്കണം എന്നാണ് ആഗ്രഹം എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി മമ്മൂക്ക നൽകുന്നു. എത്ര നാൾ അവർ എന്നെ കുറിച്ച് ഓർക്കും? 1 വർഷം, 10 വർഷം, 15 വർഷം, അതോടുകൂടി കഴിഞ്ഞു. ലോകാവസാനം വരെ ബാക്കിയുള്ളവരെ നമ്മെ ഓർത്തിരിക്കണമെന്ന് പ്രതീക്ഷിക്കരുതെന്ന് മമ്മൂക്ക പറയുന്നു. അങ്ങനെ ഒരു അവസരം ആർക്കും ഉണ്ടായിട്ടില്ല. ഓർമ്മപ്പെടുത്താനാണ് മമ്മൂക്ക. അങ്ങനെ ഒരു അവസരം ആർക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. മഹാരഥന്മാർ പോലും വളരെ കുറച്ച് മനുഷ്യരിലാണ് ഓർമ്മിക്കപ്പെടുന്നത്. ലോകത്ത് ആയിരക്കണക്കിന് നടന്മാരിൽ ഒരാൾ മാത്രമാണ് ഞാൻ. ഒരു അഹങ്കാരവുമില്ലാതെയാണ് മമ്മൂക്ക പറയുന്നത്. ലോകത്ത് ആയിരക്കണക്കിന് നടന്മാരുണ്ട്, അതിലൊരാൾ മാത്രമാണ് ഞാനെന്ന് എളിമയോടുകൂടിയാണ് മമ്മൂക്ക പറഞ്ഞത്. 1 വർഷത്തിൽ കൂടുതൽ അവർക്കൊന്നും എങ്ങനെ ഓർത്തിരിക്കാൻ സാധിക്കും? എനിക്ക് ആ കാര്യത്തിൽ പ്രതീക്ഷയുമില്ല. ഒരിക്കലും ഈ ലോകം വിട്ടുപോയാൽ അതിനെക്കുറിച്ച് നിങ്ങളെങ്ങനെ ബോധവാന്മാരാകും എന്നാണ് മമ്മൂട്ടിയുടെ വാക്കുകൾ. ഒരു സമയം കഴിഞ്ഞാൽ നമ്മളെ ആർക്കും ഓർത്തിരിക്കാൻ സാധ്യമല്ല എന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു. ആ മമ്മൂട്ടിയുടെ വാക്കുകൾ എന്ത് കൃത്യമായാണ് മമ്മൂക്ക പറയുന്നത്. ആ വാക്കുകൾ നമുക്ക് ഒന്ന് കേൾക്കാം. How long they will remember me? 1 year, 10 years, 15 years, finished. Don't expect people to remember you till the end of the world. That won't happen to anybody. Great people are remembered very less. Only very limited people are remembered. I am one among thousands of actors. How can they remember me more than here? There is no hope for that. Once you are not in the world, how do you know about you? Everybody thinks that they are going to be remembered till the end of the world. No. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്നത്. മമ്മൂക്കായെ സ്നേഹിക്കുന്ന ലോകത്തെവിടെയുള്ളവരും മമ്മൂക്കായെ സ്നേഹിക്കുന്നു. ആ സ്നേഹിക്കുന്നവർ കമൻറ്റുകളായി പറയുന്നത് ഇപ്രകാരമാണ്: ഉயிருള്ള കാലം വരെ മമ്മൂട്ടി എന്ന നടൻ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുമെന്ന് ആരാധകർ ഓരോ കമൻ്റായി എഴുതുന്നു. ഏത് നടൻ വന്നാലും മമ്മൂട്ടി എന്ന നടൻ്റെ ത്രാസ് താന്ന് തന്നെ നിൽക്കും. എന്ത് കൃത്യമാണ് മറുപടി പ്രേക്ഷകർ നൽകുന്നത്. ഓരോ കമൻറ്റുകളും ഇപ്രകാരമായിരുന്നു. മമ്മൂട്ടിയുടെ ടെർബോ സിനിമ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഗൾഫിൽ പോയപ്പോൾ ഒരു അഭിമുഖം നൽകുകയും ആ അഭിമുഖത്തിൻ്റെ വാക്കുകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ടെർബോയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്. അതൊന്ന് കേൾക്കേണ്ട വാക്ക് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സിനിമയോടുള്ള ലവ്, പാഷൻ, എനിക്ക് സിനിമ അല്ലാതെ ഒരു വഴിയും വേറെ ഞാൻ കാണുന്നില്ല. ഈ സിനിമ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കുഴപ്പത്തില്ല. എൻ്റെ ശ്വാസം നിന്ന് പോകും. അവസാന ശ്വാസം വരെ സിനിമയിൽ അഭിനയിക്കണമെന്നും സിനിമയില്ലെങ്കിൽ തനിക്ക് ശ്വാസമില്ലെന്നുമാണ് മമ്മൂക്ക പറഞ്ഞത്. അത്രമാത്രം സിനിമയെ സ്നേഹിക്കുന്നു മമ്മൂക്ക. ഏത് കഥാപാത്രം കിട്ടിയാലും ഏത് രീതിക്ക് അഭിനയിക്കണമെന്നായാലും മമ്മൂക്കയെ കഴിഞ്ഞ് മമ്മൂക്കാക്ക് കിട്ടുന്ന വേഷം മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്ന ഒരു വ്യക്തിയാണ്. എത്രയെത്രയോ പുതിയ സംവിധായകന്മാർക്കാണ് മമ്മൂട്ടി എന്ന മഹാനടൻ അവസരം നൽകുന്നത്. ആ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ്. മമ്മൂട്ടി കമ്പനിയുടെ 5ാമത് സിനിമയാണ് ടെർബോ. ആ സിനിമ ഇപ്പോൾ സൂപ്പറായി ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും മമ്മൂട്ടിയുടെ ആരാധകരും. മമ്മൂക്ക, ബിഗ് സല്യൂട്ട്.